ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു എഡ്യൂപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. ആണ് നിങ്ങളുടെ സ്വന്തം വർണ്ണിതാമസാണ്. നിങ്ങൾക്ക് ഇപ്പൊ സ്കൂളില് നെയിംസ് ആൻഡ് നെയിംസ് എന്ന് പറഞ്ഞ ലെസൺ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും അല്ലേ? യെസ്. അപ്പൊ നമുക്ക് ഇപ്രാവശ്യത്തെ ഓണം എക്സാമിന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ലെസൺ ആണ് നെയിംസ് ആൻഡ് നെയിംസ് കേട്ടോ. ആ ലെസണിന്റെ അകത്ത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മിസ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആക്ടിവിറ്റി തന്നെയാണ്. സോ നിങ്ങൾക്ക് എങ്ങാനും ഈ ഒരു ആക്ടിവിറ്റി ഹോംവർക്ക് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അത് ചെയ്യാനുള്ള ഹെൽപ്പ് ആവുകയും ചെയ്യും. അതേപോലെ തന്നെ എക്സാമിന് മിക്കവാറും ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെയല്ല, എന്നാലും ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ചോദിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ. സോ അങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ മിസ് എനിക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ കൂടെ ചെയ്യാമോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇല്ലേ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷുമായിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെന്നാണെങ്കിലും അതെല്ലാം നിങ്ങൾ അവിടെ കമന്റ് ബോക്സിൽ ഉറപ്പായിട്ട് നിങ്ങൾ പറയണം. മിസ് ആ കമന്റ്സ് നോക്കിയിട്ട് എന്ത് ചെയ്യും, നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. നെയിംസ് ആൻഡ് നെയിംസ് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞു ചിരുതയുടെ ഒരു ലെസൺ ആണ് അല്ലെ. കുഞ്ഞു ചിരുത ആ കഥയിൽ എന്താണ് ഉണ്ടാവുന്നത്? അവള് അമേരിക്കയിൽ എത്തിപ്പെട്ടിട്ടുണ്ട് അല്ലെ. അവിടുന്ന് എന്താണ്, അവളുടെ പുതിയൊരു സ്കൂളിൽ എത്തിപ്പെടുന്നു അല്ലെ. ലാംഗ്വേജ് ഒക്കെ അവള് പഠിക്കുന്നു. വളരെ സ്മാർട്ട് ആയിട്ടുള്ള നല്ല ഹാപ്പി ആയിട്ടുള്ള കുട്ടിയാണ് അല്ലെ. അവൾക്ക് അവിടുന്ന് കിട്ടുന്ന പുതിയ ഫ്രണ്ട്സും അല്ലെ, അവൾക്ക് അവിടെ ഉണ്ടാകുന്ന എക്സ്പീരിയൻസസ് ഒക്കെയാണ് ആ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. സോ ആ സ്റ്റോറിയിൽ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് വരുന്നത് ആരാണ്? നമ്മുടെ ഓങ്ത്വനറ്റ് ആണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ആക്ടിവിറ്റി കാണാം. എന്താണ്? ഓങ്ത്വനറ്റ് കുഞ്ഞു ചിരുതയ്ക്ക് ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ട്. അപ്പൊ മക്കളെ, നിങ്ങൾക്ക് എക്സാമിന് ഇമെയിൽ എങ്ങനെയാണ് എഴുതുക എന്ന് ചോദിക്കാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളോട് ഒരു ഇമെയിൽ നിങ്ങളുടെ ഫ്രണ്ടിന് എഴുതാൻ വേണ്ടി പറയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ഒരു ഇമെയിൽ എഴുതുക എന്നുള്ളതൊന്ന് പഠിച്ചാലോ? യെസ്, നോക്കിയിടാം. During the vacation, കുഞ്ഞു ചിരുത received an email from her friend ഓങ്ത്വനറ്റ്. അപ്പൊ നമ്മൾ ഒരു ഇമെയിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് മിസ് പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നോക്കണേടാ, ആദ്യം നമ്മൾ ഫ്രം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഒരു മെയിൽ ഐ ഡി അവിടെ കൊടുക്കണം. ഫ്രം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഒരു മെയിൽ ഐ ഡി അവിടെ കൊടുക്കണം. എന്തെങ്കിലും മെയിൽ ഐ ഡി ആവാം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും ഏതെങ്കിലും ഒരു നമ്പറോ, ഓക്കെ, ഇപ്പം അമേയ എന്നാണ് പേരെന്നുണ്ടെങ്കിൽ ameya123@gmail.com, അല്ലെങ്കിൽ ഐഷ എന്നാണ് പേര്, അല്ലെങ്കിൽ സിനാൻ എന്നാണ് പേരെന്നുണ്ടെങ്കിൽ sinan345@gmail.com. അങ്ങനെ എന്തെങ്കിലും വെറുതെ ഒരു ഇമെയിൽ ഐ ഡി, ഫ്രം എന്ന് പറഞ്ഞ ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കണം. ടു എന്ന് പറയുമ്പോൾ ആർക്കാണ്, നമ്മൾ ആർക്കാണോ മെയിൽ അയക്കുന്നത് അവരുടെ മെയിൽ ഐ ഡി ആണ് നമ്മൾ ടു എന്നുള്ളതിൽ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ നമ്മൾ ഒരു ലെറ്റർ എഴുതുമ്പോൾ, ഒരു കത്ത് എഴുതുമ്പോൾ ഫ്രം അല്ലെ, ഞാൻ എന്റെ ഫ്രണ്ടിന് കത്ത് എഴുതുകയാണെങ്കിൽ ഫ്രം ഞാനും എന്താണ് ടു ആരാണ്, ആ ലെറ്റർ കിട്ടുന്ന ആളുമാണ്. അതേപോലെ തന്നെയാണ് ഇമെയിൽ കേട്ടോ. ഒരു ലെറ്റർ പോലെ തന്നെയാണ് എന്ത്, നമ്മൾ ഇമെയിലും എഴുതുന്നത് കേട്ടോ. അപ്പൊ നോക്കിയിടാം, ഡിയർ കുഞ്ഞു ചിരുത. അതിനുശേഷം എന്താണ്, നമ്മൾ അയാൾ അഭിസംബോധന ചെയ്യാണ്, സാല്യൂട്ടേഷൻ ആണ്. എന്താണ്, ഡിയർ കുഞ്ഞു ചിരുത. നമ്മൾ നമ്മുടെ ഫ്രണ്ടിനാണല്ലോ എഴുതുന്നത്, അപ്പൊ നമുക്ക് അവിടെ ഡിയർ കുഞ്ഞു ചിരുത എന്ന് എഴുതാം. ഇനി നിങ്ങൾ നിങ്ങളുടെ ടീച്ചറിനാണ് എഴുതുന്നത് എന്ന് വിചാരിക്കുക. ടീച്ചർക്ക് ഒരു മെയിൽ അയക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ എന്താ എഴുതേണ്ടതെന്ന് അറിയോ? എന്താ മക്കളെ കൊടുക്കുക? യെസ്, അത് മാറിയിട്ട് റെസ്പെക്റ്റഡ് ആയി മാറും. റെസ്പെക്റ്റഡ് അല്ലെ, ബഹുമാനപ്പെട്ട. അപ്പൊ ടീച്ചറിനോ അല്ലെങ്കിൽ അങ്ങനെ വലിയ ഒഫീഷ്യൽസിന് ആരെങ്കിലും ഒക്കെ കത്ത് എഴുതുകയാണെങ്കിൽ നമ്മൾ റെസ്പെക്റ്റഡ് എന്നാണ് കൊടുക്കേണ്ടത്. നമ്മുടെ ഫ്രണ്ട്സിനോ നമ്മുടെ കസിൻസിനോ ഒക്കെ ആണ് ലെറ്റർ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഇമെയിൽ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഡിയർ എന്ന് എഴുതാൻ പറ്റുന്നതാണ് കേട്ടോ. യെസ്, ഐ ഹോപ്പ് യു ആർ എൻജോയിങ് യുവർ വെക്കേഷൻ അല്ലെ, നീ നിന്റെ വെക്കേഷൻ എൻജോയ് ചെയ്യാന്ന് ഞാൻ വിചാരിക്കുന്നു. ഐ ആം ബാക്ക് ഇൻ മാസേ ഇല്ല. അപ്പം നമ്മുടെ ഓങ്ത്വനറ്റ് പറയാണ്, ഞാൻ മാസയിൽ തിരിച്ചെത്തി. The weather here is lovely and I went paddle boarding with my friends. അല്ലെ, നല്ല വെതർ ആണ്. ഞാൻ പാഡിൽ ബോർഡിങ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. നമ്മളിങ്ങനെ വെള്ളത്തിൽ നിന്ന് തുഴഞ്ഞു പോകുന്ന വഞ്ചിക്കാണ് പാഡിൽ ബോർഡിംഗ് എന്ന് പറയാം കേട്ടോ. പാഡിൽ ചെയ്യാറ് തുഴഞ്ഞു പോവാന്നുള്ളതാണ്. അപ്പൊ ഞാൻ അതിന് പോയായിരുന്നു. I fell down many times but it was exciting. ഞാൻ ഒരുപാട് പ്രാവശ്യം വീണു, പക്ഷെ അന്ന് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. I have attached some photos for you. നിനക്ക് കാണാനായി ഞാൻ കുറച്ച് ഫോട്ടോസും കൂടെ ഇതിനൊപ്പം വെച്ചിട്ടുണ്ട്. അറ്റാച്ച്ഡ് എന്ന് പറഞ്ഞാൽ എന്താണെടാ, ഇതിന്റെ കൂടെ അയച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഹൗസ് കേരള, എങ്ങനെയുണ്ട് കേരള, എങ്ങനെയുണ്ട്? ഐ റിയലി മിസ് യു ആൻഡ് കാൺട്ട് വെയിറ്റ് ടു ഹിയർ ഓൾ അബൌട്ട് യുവർ അഡ്വെഞ്ചേഴ്സ്. അല്ലെ, എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് കാൺട്ട് വെയിറ്റ് ടു ഹിയർ ഓൾ അബൌട്ട് യുവർ അഡ്വെഞ്ചേഴ്സ്. നിന്റെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ എനിക്ക് ധൃതിയായി അല്ലെ, എനിക്ക് ആകാംക്ഷയാണ് എനിക്ക് കേൾക്കാൻ, നിന്റെ വിശേഷങ്ങൾ അറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്. സേ ഹായ് ടു യുവർ മോം ഫോർ മീ അല്ലെ, നിന്റെ അമ്മേനോട് എന്റെ അന്വേഷണം പറയണം. സേ ഹായ് ടു യുവർ മോം അല്ലെ, നിന്റെ അമ്മേനോട് എന്റെ അന്വേഷണം പറയണം. ടേക്ക് കെയർ, ടേക്ക് കെയർ. കണ്ടോ, ഇവിടെ കണ്ടോ, ലാസ്റ്റ് നമ്മുടെ ആ ഒരു സ്നേഹം സൂചിപ്പിക്കാനായിട്ട് ടേക്ക് കെയർ അല്ലെ. നീ എന്താ പറയാ, കെയർ ചെയ്യണം. പിന്നെ വിത്ത് ലവ്
ഓങ്ക്തോനറ്റ്. കണ്ടോ ആ മെയിൽ അവസാനിപ്പിച്ചു കണ്ടോ? വിത്ത് ലവ് ഓങ്ക്തോനറ്റ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫ്രണ്ടിന് ഇമെയിൽ അയക്കുക. അപ്പം കുഞ്ഞുചിരുത വാസ് ഡിലൈറ്റഡ്. ഈ ഒരു ഇമെയിൽ ഇട്ടപ്പോൾ കുഞ്ഞുചിരുതയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഷീ ബിഗാൻ ടു ടൈപ്പ് എ റിപ്ലൈ. അവൾ എന്ത് വിചാരിക്കാണ്? തിരിച്ചൊരു റിപ്ലൈ എഴുതാൻ വേണ്ടി വിചാരിക്കാണ് കേട്ടോ. സോ ക്യാൻ യു ഹെൽപ്പ് ഹെർ കംപ്ലീറ്റ് ദ മെയിൽ. അപ്പൊ നിങ്ങളോട് അല്ലേ ആ ഒരു മെയിൽ നിങ്ങളൊന്ന് എഴുതി നോക്കിയാലോ? അപ്പൊ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ യു ആർ കുഞ്ഞുചിരുത, നിങ്ങളാണ് കുഞ്ഞുചിരുത എന്നുള്ള പോലെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ആ മെയിൽ അയക്കാനായിട്ട് കേട്ടോ. അപ്പം ഐ എന്ന് യൂസ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ അല്ലെ ഷീ എന്നുള്ളതല്ല ഐ എന്ന് യൂസ് ചെയ്യണം കേട്ടോ. അപ്പൊ നോക്കിയടാ ഇവിടെ കണ്ടോ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്, ഫ്രം kunychirida@email.com അല്ലെ gmail.com, എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു മെയിൽ ഐ ഡി കൊടുക്കുക കേട്ടോ. ഫ്രം കുഞ്ഞുചിരുത അല്ലെ, കുഞ്ഞുചിരുത ആണ് അങ്ങോട്ടേക്ക് അയക്കുന്നത്, അതുകൊണ്ടാണ് അവിടെ ഫ്രം കൊടുത്തത് കേട്ടോ. ടു onctonet@email.com. ആർക്കാണ് കത്ത് അങ്ങോട്ട് കിട്ടാൻ അല്ലെങ്കിൽ ഇമെയിൽ ആർക്കാ കിട്ടുന്നത്? നമ്മുടെ ഓങ്ക്തോനറ്റ് ആണ്. അപ്പൊ അവിടെ ടു. അപ്പൊ ഇതെന്റെ മക്കൾ മറക്കരുത്, ഫ്രമും ടൂവും. ഇമെയിൽ എഴുതുമ്പം ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കാര്യം എന്താണ്? ഫ്രം എന്ന് പറഞ്ഞ ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കണം, ടു എന്ന് പറഞ്ഞ വേറൊരു ഇമെയിൽ ഐ ഡിയും കൊടുക്കണം. എന്നിട്ട് കണ്ടോടാ ഡിയർ ഓങ്ക്തോനറ്റ് അല്ലെ, നമ്മള് ഫ്രണ്ടിനാവുന്ന സമയത്ത് അല്ലെങ്കിൽ കസിൻസിനാവുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഡിയർ യൂസ് ചെയ്യുന്നത് അല്ലെ. നമ്മള് ടീച്ചറിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മൾ അതായത് കുറച്ചൊരു എന്താ പറയാ ഒഫീഷ്യൽ ആയിട്ട് ആർക്കെങ്കിലും എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ റെസ്പെക്റ്റഡ് എന്നുള്ളത് ആക്കിയിട്ട് എഴുതണം കേട്ടോ. ഇനി നോക്കിയടാ, അപ്പൊ റിപ്ലൈ ആണ്. ആ റിപ്ലൈയിൽ നമുക്ക് എന്തൊക്കെ കൊടുക്കാം? ഐ വാസ് എക്സൈറ്റഡ് ടു ഗെറ്റ് യുവർ ഇമെയിൽ. നിന്റെ ഇമെയിൽ കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷമായി അല്ലെ. ഇറ്റ് മെയ്ഡ് മീ സോ ഹാപ്പി ടു ഹിയർ ഫ്രം യു അല്ലെ. നിന്റെ അടുത്ത് കേട്ടപ്പം എന്താണ്, എനിക്ക് ഭയങ്കര സന്തോഷമായി. അതായത് നിന്റെ വിശേഷങ്ങൾ കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി അല്ലെ. ഐ ആം ഹാവിങ് എ ഗ്രേറ്റ് ടൈം ഇൻ കേരള. ഞാൻ ഇവിടെ കേരളത്തിൽ എന്താണ് അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ കേരളത്തിൽ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ദ കോക്കനട്ട് ട്രീസ്, അമ്മാസ് ദോശാസ് ആൻഡ് warm sunshine make every day special അല്ലെ. ദ കോക്കനട്ട് ട്രീസ്, ഇവിടെ എന്താണ്, ഇവിടെ ഒരുപാട് തെങ്ങുകളുണ്ട്. അമ്മാസ് ദോശാസ് അല്ലെ, അമ്മയുടെ ദോശയുണ്ട്. ആൻഡ് എന്താണ്, warm sunshine അല്ലെ, ആ ഒരു നല്ല വാം ആയിട്ടുള്ള സൺഷൈൻ ഉണ്ട്. അതൊക്കെ തന്നെയും make every day special, എല്ലാ ദിവസത്തിന്റെയും ഭയങ്കര സ്പെഷ്യൽ ആക്കുന്നുണ്ടെന്ന് പറയാണ് കേട്ടോ. I miss you a lot. എനിക്കും നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. Especially our fun times at school and the chocolate ice cream at Prakash uncle's shop. അല്ലെ, അപ്പൊ അവളുടെ ആ ഒരു ഓർമ്മകൾ പറയാൻ കേട്ടോ. ഇത് ഇവിടെ കാണുന്നില്ലേ? ഇപ്പൊ കാണുന്നുണ്ടല്ലോ അല്ലെ. അപ്പൊ എന്താണ്, ഐ മിസ് യു അ ലോട്ട് അല്ലെ, നിന്നെ എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി അവർ ഫൺ ടൈംസ് അറ്റ് സ്കൂൾ അല്ലെ, സ്കൂളിലെ നമ്മളെ രസമുള്ള സമയങ്ങളും. ആൻഡ് ദ ചോക്ലേറ്റ് ഐസ്ക്രീം അറ്റ് അല്ലെ, ചോക്ലേറ്റ് ഐസ്ക്രീം കഴിക്കായിരുന്നു എവിടുന്ന്? പ്രകാശ് അങ്കിൾസ് ഷോപ്പ് അല്ലെ, പ്രകാശ് അങ്കിളിന്റെ ഷോപ്പിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന ചോക്ലേറ്റ് ഐസ്ക്രീം. ഇതൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? എനിക്ക് മിസ് ചെയ്യുന്നുണ്ടെന്ന് ആര് പറയാണ്? നമ്മുടെ കുഞ്ഞുചിരുത പറയാണ് കേട്ടോ. Then let's have lots of fun when we meet again അല്ലെ, നമുക്ക് ഇനിയും കാണുമ്പോ കാണുന്നുണ്ടോടാ? Let's have lots of fun when we meet again. നമുക്ക് ഇനിയും കാണുമ്പോ അല്ലെ ഭയങ്കര ഒരുപാട് നല്ല രസമായിട്ടൊക്കെ ഇരിക്കാം. I can't wait to see you. എനിക്ക് നിന്നെ കാണാനും ഭയങ്കര ധൃതിയായി എന്ന് പറയാണ് കേട്ടോ. With love, കണ്ടോ അത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാ നോക്കിയ മക്കളെ? വിത്ത് ലവ്, കണ്ടോ വിത്ത് ലവ് അല്ലെ. അപ്പൊ നമ്മൾ സ്നേഹത്തോടെ ഒരാൾക്ക് ലെറ്റർ എഴുതുന്ന സമയത്ത് നമുക്ക് അവിടെ എന്ത് ചെയ്യാം? വിത്ത് ലവ് എന്ന് കൊടുക്കാം. ഇനി ഇതേപോലെ തന്നെ മിസ് പറഞ്ഞല്ലോ നേരത്തെ അല്ലെ, റെസ്പെക്റ്റഡ് എന്നുള്ളത് നമ്മൾ ടീച്ചറിനൊക്കെ എഴുതുമ്പോൾ അല്ലെങ്കിൽ ബഹുമാനിക്കേണ്ട ഒരു വ്യക്തിനെ എഴുതുമ്പോൾ നമ്മൾ റെസ്പെക്റ്റഡ് എന്ന് എഴുതില്ലേ, അവിടെ നമ്മൾ വിത്ത് ലവ് എന്ന് എഴുതരുത്. അവിടെ നിങ്ങൾ അങ്ങനെയുള്ള ഒരു ഇമെയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ലെറ്റർ ആണെങ്കിൽ അവിടെ നമുക്ക് ഫെയ്ത്ത്ഫുള്ളി എന്ന് എഴുതാം. ഫെയ്ത്ത്ഫുള്ളി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താണ്? അല്ലെ വിശ്വസ്തയോടെ എന്നുള്ളതാണ് ഫെയ്ത്ത്ഫുള്ളി, അല്ലെങ്കിൽ സിൻസിയർലി എന്നൊക്കെ എഴുതാം, അല്ലെങ്കിൽ ഹോപ്പ്ഫുള്ളി എന്നൊക്കെ എഴുതാം കേട്ടോ. അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? ഒരു റെസ്പെക്റ്റഡ് എന്നുള്ള നമ്മളിവിടെ ഡിയർ യൂസ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് വിത്ത് ലവ് ആക്കാം. റെസ്പെക്റ്റഡ് ആണ് അവിടെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ലാസ്റ്റ് എന്താണ്? ഫെയ്ത്ത്ഫുള്ളി അല്ലെങ്കിൽ സിൻസിയർലി എന്നൊക്കെ വേണം നിങ്ങൾക്ക് ആ ഒരു ഇമെയിൽ അവസാനിപ്പിക്കാനായിട്ട് കേട്ടോ. വിത്ത് ലവ് കുഞ്ഞുചിരുത. ഓക്കെ, സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? എന്റെ മക്കൾ ഇമെയിൽ എഴുതേണ്ടത് കേട്ടോ. അപ്പൊ ഇത്രയുള്ള ഒരു ഇമെയിലിന്റെ ഫോർമാറ്റ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മിക്കവാറും ഈ പ്രാവശ്യത്തെ എക്സാമിനൊക്കെ ഈ ഇമെയിൽ ചിലപ്പോൾ കുഞ്ഞുചിരുതയുടെ ഇമെയിൽ ആയിരിക്കില്ല, അല്ലാതെ നിങ്ങളോട് നിങ്ങളുടെ ഫ്രണ്ടിന് ഒരു ഇമെയിൽ എഴുതാനോ അങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. ഇമെയിൽ എഴുതാൻ പഠിച്ചില്ല എന്ന് ഇനി ആരും പറയരുത് കേട്ടോ. അപ്പൊ അത്രയുള്ള ഒരു ഇമെയിൽ എഴുതാൻ പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ്. സോ ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഇല്ല, അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ഇമെയിൽ എന്നൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇമെയിൽ എന്നൊന്ന് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ അതൊക്കെ എന്തായാലും കമന്റ് ചെയ്തോളൂ. മിസ് ആ കമന്റ് ഒക്കെ നോക്കിക്കോളാം. അതിന്റെ ആൻസേഴ്സ് മിസ് വേറെ വീഡിയോ ആയിട്ട് ചെയ്തോളാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വേറൊരു വീഡിയോയിൽ കാണാം. Till then, it's me, Varnita, signing off. Bye.